foodies, welcome back to Homebaking. ഇന്ന് നമ്മളൊരു ചീസി ആയിട്ടുള്ള നല്ലൊരു ബ്രെഡ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ആദ്യം എന്തൊക്കെ ഐറ്റംസ് വേണ്ടെന്ന് നോക്കാം. നമുക്ക് ബ്രെഡ്സ് വേണം, ബ്രെഡ് ക്രംസ് വേണം, കുറച്ച് ക്യാരറ്റ്സ്, അതുപോലെ ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ പെപ്പർ സോൾട്ട് ചേർത്ത് ബോയിൽ ചെയ്ത് വെച്ചത്, കുറച്ച് സ്റ്റോക്ക് ഒക്കെയാണ് വേണ്ടത്. ഇനി നമുക്ക് കുക്കിംഗ് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം കാണാം. ആദ്യം തന്നെ നമ്മൾ കട്ടിയുള്ള പാൻ എടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തൊന്ന് മെൽറ്റ് ചെയ്യുക. ബട്ടർ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യം വൈറ്റ് സോസ് മേക്കിംഗ് ആണ്. വൈറ്റ് സോസ് മേക്ക് ചെയ്തിട്ട് നമുക്ക് ഫില്ലിംഗ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക, അതായത് മൈദ എടുത്ത് നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക, സോട്ടേ ചെയ്യുക. നന്നായിട്ടൊന്ന് മൈദയും ഈ ഒരു ബട്ടറും സ്മെല്ലൊക്കെ മാറി ഒരു സാൻഡിൽ ടെക്സ്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വളരെ കുറേശ്ശെയായിട്ട് മിൽക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കൊരു വിസ്ക്കാണ് ആവശ്യം. വിസ്ക് വെച്ച് നമ്മൾ ശരിക്കും ബീറ്റ് ചെയ്ത് തന്നെ എടുക്കുക. ഒരുപാട് മിൽക്ക് ഒപ്പം ചേർക്കാണ്ട് കുറേശ്ശെ പാല് ചേർത്തിട്ട് നമ്മൾ അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതിൽ ലംസ് ഇല്ലാണ്ട് കറക്റ്റ് ക്രീമി ടെക്സ്ചറിലേക്ക് കിട്ടുള്ളൂ. ആദ്യം കുറച്ച് വെച്ച് കൊടുക്കുക, ഒന്ന് ക്രീമി ടെക്സ്ചറിലേക്ക് വരുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ ചേർക്കുക. അപ്പോൾ നമുക്കൊരു 1.5 കപ്പ് പാലെങ്കിലും നമ്മൾ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ആവശ്യമുള്ളത് ചേർത്ത് നമ്മുടെ ആവശ്യത്തിലേക്ക് കൊണ്ടുവരിക. അതായത് നമുക്ക് നല്ല ക്രീമി ആയിട്ട് സോസി ആയിട്ട് വേണമെങ്കിൽ കൂടുതൽ പാൽ ചേർക്കാം. അതല്ല തിക്കൻ ആയിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് വരുമ്പോൾ നമുക്കൊന്ന് തിക്കനായിട്ട് വരുമ്പോൾ നമ്മൾ ബാക്കി നമുക്കിതിലേക്ക് നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ചിക്കൻ സ്റ്റോക്കാണ്. ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് ഗാർലിക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 1.5 കപ്പ് മിൽക്ക് ചേർത്ത് ഒരു ക്രീമി ഫോമിലേക്ക് വന്ന ശേഷം കുറച്ച് ഗാർലിക് ചേർത്ത് കൊടുത്തു. ഒപ്പം തന്നെ കുറച്ച് ക്യാരറ്റ് നല്ല ഫൈൻ ചോപ്ഡാണ് നമുക്ക് വേണ്ടത്. ഡൈസ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫൈൻ ചോപ്ഡായിട്ട് ക്യാരറ്റിനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ അതായത് ചിക്കൻ സ്റ്റോക്കുണ്ട്, നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്ത് എടുത്ത സ്റ്റോക്കാണ്. ബ്ലാക്ക് പെപ്പറാണ് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് പോകും. അപ്പോൾ ഓരോ ഫുഡിനും അതിൻ്റെ കളറും ടേസ്റ്റും എല്ലാം ഫ്ലേവറും എല്ലാം കിട്ടണമല്ലോ. അപ്പോൾ സോൾട്ടും കുറച്ച് ചില്ലി ഫ്ലേക്സും നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് വിസ്ക് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, ഇല്ലെങ്കിൽ താഴെ പിടിച്ച് പോവും. ഇനി നമ്മൾ ഈ ഒരു ചിക്കൻ, ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ചിക്കൻ ബോയിൽഡ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിനിരട്ടി വെള്ളം ചേർത്തിട്ടാണ് ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സ്റ്റോക്കാണ് നേരത്തെ നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്തെടുക്കുക. ക്യാപ്സിക്കം ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മുടെ മൊസറല്ല ചീസാണ്. പാർമസനായാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ള ചീസ് ഏതാണോ അത് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് അങ്ങനെ ചേർക്കണം. ഞാൻ ചേർക്കാം. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ചീസിൻ്റെ നല്ല സ്ട്രോങ് ഫ്ലേവറൊക്കെ ഉള്ള ഒരു കിടിലൻ സ്നാക്സ് തന്നെയാണ്. കാരണം റംസാനൊക്കെ ഒരുപാട് സ്പൈസി അല്ലാണ്ട് വെറൈറ്റി സ്നാക്സ് ആണല്ലോ നമ്മളാരും ആഗ്രഹിക്കുക. അതുപോലെ കുട്ടികൾക്ക് പോലും നല്ല എന്താ പറയുക ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്ക് തന്നെയാണ്. പിന്നെ നിങ്ങൾ പെപ്പർ സീസണിങ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റി കൊടുക്കുക. ഞാൻ കുറച്ച് ബ്ലാക്ക് പെപ്പറേ ചേർത്തിട്ടുള്ളൂ, കളറ് പോവാണ്ടിരിക്കാൻ. ഈ ഒരു വൈറ്റ് കളറിലാണ് എനിക്ക് ഒരു സ്നാക്ക് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. അതുപോലെ സോൾട്ട് ലാസ്റ്റ് ടൈമിൽ നോക്കിയിട്ട് ചേർക്കുക. ആദ്യം തന്നെ കൂടുതൽ ചേർക്കരുത്, കാരണം നമ്മുടെ സ്റ്റോക്കിൽ കുറച്ച് സോൾട്ട് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ വേവിക്കുമ്പോൾ എന്തായാലും കുറച്ച് സോൾട്ട് ചേർത്ത് വേവിച്ചെടുക്കുകയാണ് നല്ലത്. ഇനി നമ്മൾ ലാസ്റ്റ് നോക്കിയ ശേഷം നമ്മൾ സോൾട്ട്, പെപ്പർ, ചില്ലി ഒക്കെ, അതായത് റെഡ് ചില്ലി ഫ്ലേക്സ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ പാസ്ലിയോ അല്ലെങ്കിൽ മല്ലിയിലോ കൊറിയാൻഡർ ലീവ്സോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൽ കോൺഫ്ലേക്സ് അല്ല നമ്മുടെ ഫ്രോസൺ കോണ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതോ അങ്ങനെ ഏത് വെജിറ്റബിൾസ്, സ്പ്രിംഗ് ഓണിയൻസോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിനെ ഒരു തിക്നിങ്, അതായത് ഒരു തിക്ക് കൺസിസ്റ്റൻസിലേക്ക് കൊണ്ടുവരിക. ഞാനിപ്പോൾ പാസ്ലി ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു തിക്നിങ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് തണുപ്പിക്കാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് മുട്ടയിൽ ഒരു 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പെപ്പർ പൗഡറും സോൾട്ടും ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം.
ഇതിപ്പോൾ നമ്മൾ ചെയ്ത് വെക്കുന്നത് നമുക്ക് ഈ ഒരു സ്നാക്കിനെ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക, ഈ ഒരു വൈറ്റ് സോസിൽ ചിക്കൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസസ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ബ്രെഡിനെ 2 പീസാക്കി എടുക്കുന്നുണ്ട്. ഇത് നോർമൽ നമ്മുടെ ബ്രെഡാണ്. നിങ്ങൾ സാൻഡ്വിച്ച് ബ്രെഡൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 4 പീസായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 ബ്രെഡിനകത്ത് ഫില്ല് ചെയ്ത് ശേഷം കട്ട് ചെയ്യുക, അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബ്രെഡ് എടുത്ത് കട്ട് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്ത് വീണ്ടും ക്ലോസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 ബ്രെഡിലും കുറേശ്ശെ സ്പ്രെഡ് ചെയ്യുക. നന്നായിട്ട് കൂളായി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് നമുക്ക് ഈ ഒരു സോസ് കിട്ടും. ഉണ്ടാക്കിയ പാടെ എടുത്ത് ഫില്ല് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ സൈഡിലേക്കൊക്കെ ഒലിച്ചിറങ്ങും. കുറച്ച് സമയം 2 മണിക്കൂറെങ്കിലും നമ്മളിത് ഒന്ന് കൂളാവാൻ ടൈം കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫില്ല് ചെയ്യുക, സൈഡിലേക്കൊന്നും ഒലിച്ചിറങ്ങാതെ. വേണമെങ്കിൽ ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ വീണ്ടും ഒന്നുകൂടെ ആ ബ്രെഡുമായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്ത് നമുക്ക് ഫ്രോസൺ ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് ഫ്രീ ടൈമൊക്കെ ഉള്ളപ്പം ഇതുപോലെ ചെയ്ത് ഫ്രോസൺ ആക്കി വയ്ക്കുക. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് ചൂടോടെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസൊക്കെ റംസാനിൽ നമുക്ക് ചെയ്ത് വയ്ക്കാൻ ഒരുപാട് യൂസ്ഫുള്ളാണ്. ഇതിപ്പോൾ ബ്രെഡ് ക്രംസാണ്. നിങ്ങൾ പാൻകോ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പാൻകോ യൂസ് ചെയ്യുക. അല്ല നോർമൽ ബ്രെഡ് പൗഡറാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു മുട്ടയുടെ മിക്സ്ചറിലൊന്ന് മുക്കിയെടുക്കുകയാണ്. 2 സൈഡും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് സമയം ഇട്ട് വയ്ക്കരുത്, ബ്രെഡിലേക്ക് വല്ലാണ്ട് അങ്ങ് കുടിച്ചെടുക്കുക. ഇനി നമ്മളത് ഈ ഒരു നമ്മുടെ ബ്രെഡ് പൗഡറിലേക്ക് ഫൈൻ പൗഡർ ആക്കിയിട്ടുണ്ട് ഞാൻ. അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. പാൻകോ ബ്രെഡ് ക്രംസ് ആണെങ്കിൽ വേണമെങ്കിൽ കൈവച്ച് തിരുമ്മിയെടുത്താൽ നന്നായിട്ട് ചെറുതായിട്ട് കിട്ടും. അങ്ങനെയും ചെയ്യാം. ഇതുപോലെ ബ്രെഡ് ക്രംസിൽ അങ്ങനെ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഒരുപാട് സ്പൈസി അല്ല. പിന്നെ അണിയൻ അങ്ങനെ മസാലാസ് അങ്ങനെയൊന്നും കൂടുതൽ നമ്മൾ ചേർത്ത് ഒരു ഇന്ത്യൻ മസാല അല്ല. ജസ്റ്റ് ഒരു നന്നായിട്ടൊരു ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നമുക്ക് എന്താ പറയുക, നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വളരെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ, അതായത് ഒരു ഹെവി ആയിട്ട് തോന്നാത്ത നല്ലൊരു സ്നാക്ക് തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കുറച്ചൊന്ന് വൈകിയിട്ടുണ്ടായിരുന്നു. ഓരോ ബിസി കാരണം നമുക്ക് അപ്ലോഡിങ് പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ ടൈം കിട്ടിയപ്പോൾ ഞാനിതാ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്കറിയാം ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൂടെ നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് ഞാൻ കൊടുക്കാറുണ്ട്. നമ്മുടെ ചാനലിലുള്ള ഏത് ഡിഷിൻ്റെ ഏത് സംശയങ്ങളും നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിലേക്ക് കയറി വരാം. വെറുതെ കയറണ്ട, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ നമ്മുടെ വീഡിയോസിൽ ഇനി എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള സജഷൻസൊക്കെ നിങ്ങൾക്ക് തരാം. കമൻറ്റ് ബോക്സിലൂടെയും തരാം. അപ്പോൾ ഇതുവരെ നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ടൈമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്ത് അങ്ങനെ എടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ ആ ചീസൊക്കെ മെൽറ്റായിട്ട് നമ്മളൊരു എന്താ പറയുക, നമ്മൾ പിസ്സ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ വരുന്ന പോലെ നല്ല ക്രീമി ആയിട്ട് ചീസി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. ഒരുപാട് ടൈം ഫ്രൈ ചെയ്തൊന്നും എടുക്കണ്ട. ബ്രെഡാണ്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ കുടിച്ച് ഒരു ഹെൽത്തി ഫ്രൈഡ് ഐറ്റം ഒന്നുമല്ല. ഒരുപാട് എണ്ണ ഒന്നും കുടിക്കില്ല. വളരെ പെട്ടെന്ന് നോർമൽ ഫ്ലെയിമിൽ കൊടുക്കുക, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമും കൊടുക്കണ്ട, ലോ ഫ്ലെയിമും കൊടുക്കരുത്. ഏതൊരു ഫ്രൈഡ് ഐറ്റമും നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫുൾ ലോ ആക്കി ഫ്രൈ ചെയ്യരുത്. അപ്പോൾ ഒരുപാട് എണ്ണയൊക്കെ കുടിച്ച് നമുക്ക് കഴിക്കാൻ കൊള്ളാത്ത രീതിയിലായിട്ട് പോകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണെന്നുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് മാറ്റാം. പിന്നെ കണ്ടല്ലോ, അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള സ്നാക്കിനെ നിങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ്.